എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ ഇൻട്രോ പറയാനുണ്ട്, അനിയത്തിയും കൂടെ ഉണ്ട്. ഇന്നപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ബുർജ് ഖലീഫയിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. അത് ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും പോകുന്ന വിശേഷങ്ങളും അവിടെ ഞങ്ങൾ മെട്രോ കാറൊന്നും കാർഡൊന്നും വേങ്ങിച്ചിട്ടില്ല. അപ്പം ഇനി മെട്രോ കാർഡ് വേങ്ങിക്കാൻ ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഒരു കുട്ടി ഞങ്ങളെ തന്നെ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഞങ്ങളിതാ ടാക്സിയിലാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ വണ്ടി എടുത്തിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ് മെട്രോ സ്റ്റേഷൻ, അതുകൊണ്ട് ഞങ്ങൾ ടാക്സിയിലാണ് വന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റേഷനിൽ വരുന്നതും മെട്രോയിൽ കയറാൻ പോകുന്നതും ബുർജ് ഖലീഫ കാണാൻ പോകുന്നതും. അതിനെ കുറിച്ച് ഞങ്ങൾ ദുബായ് മാളും കൂടി കയറിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പം അതിൻ്റെതായ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. അപ്പം എല്ലാവരും ഇട്ടോ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ മെട്രോ കാർഡ് എടുക്കുന്നില്ല, ഞങ്ങൾ മെട്രോ ടിക്കറ്റ് എടുക്കാണ്. മെട്രോ ടിക്കറ്റ് വൺ ടൈം യൂസ് ചെയ്യാം. അപ്പോൾ മെട്രോ ടിക്കറ്റാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അങ്ങനെ വലിയ കാഴ്ചകളൊന്നുമില്ല, സാധാ പോലെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ളത്. അപ്പം അതാ ഞങ്ങളിതാ ഇപ്പം മെട്രോ കയറാൻ പോവുകയാണ്. മേലെ ഉണ്ടോ മെട്രോ കയറുക. റോഡിൻ്റെ മുകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, റോഡിൻ്റെ മുകളിലൂടെയാണ് മെട്രോ ഓടുന്നത്. അതുകൊണ്ട് മുകളിലൂടെയാണ് മെട്രോ കയറാൻ പോകേണ്ടത്. അപ്പം ഞങ്ങളിതാ മെട്രോ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ ഭയങ്കര തിരക്ക്, പ്രത്യേകിച്ച് സൺഡേ കൂടി ആയപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. മെട്രോയിൽ നിന്നിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാ ഒരു മെട്രോ ഇതാ ഇപ്പോൾ പോയി. ഞങ്ങളതല്ല എന്തോ സ്പീഡ് എന്ന് പറയാം. മെട്രോ ഒരു സ്റ്റേഷൻ എത്തിയ പാട് തന്നെ അടുത്ത സ്റ്റേഷന് ഒരു 2 മിനിറ്റിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ, അങ്ങനെ അങ്ങനെ വേഗം എത്തും. ഇതാണ് അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ മുഴുവനും തിരക്കാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ദുബായ് മാളിലെത്തി. ഞങ്ങൾ 2 മെട്രോ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദുബായ് മാളിലാണ് ഇപ്പോൾ ഉള്ളത് ഫ്രണ്ട്സ്. നല്ല തിരക്കുണ്ട്, പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ടാണ് ഇത്. നല്ല തിരക്കുണ്ട്. ഇതിപ്പം മെട്രോ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തി. അല്ലെങ്കിൽ വണ്ടിയോ അല്ലെങ്കിൽ ടാക്സിയിലോ പോയിട്ടുണ്ടെങ്കിൽ മുഴുവനും ട്രാഫിക് കൊണ്ടിട്ട് എത്താൻ തന്നെ നല്ലപോലെ ലേറ്റ് ആകും. അപ്പോൾ ഞങ്ങൾ ദുബായ് മെട്രോ സ്റ്റേഷനിൽ എത്തി. നമ്മൾ ദുബായ് മാളിൽ കയറി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാ ബുർജ് ഖലീഫ അവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നെ റോഡിൽ ഇങ്ങനെ നോക്കിയാൽ തന്നെ നല്ല ട്രാഫിക് കാണുന്നുണ്ട്. പിന്നെ നല്ല നല്ല ലൈറ്റും ഫ്ലാറ്റിൻ്റെ ലൈറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞങ്ങളത് ദുബായ് മാളിൽ മുഴുവനും അവിടെ കാണുന്ന ജ്വല്ലറി ഷോപ്പ്, ടോയ് ഷോപ്പ്, ഐസ്ക്രീം ഷോപ്പ്, ടീ ഷോപ്പ്, അങ്ങനത്തെ ഒക്കെ ഷോപ്പുകളാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ വേറെ ഒരു ഇതും കൂടി കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഇതാ ബുർജ് ഖലീഫയുടെ ടോയ് എന്ന് പറയാൻ ഒരു പ്രതിമ പോലത്തെ അതൊക്കെ കണ്ടു. അത് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവിടുത്തെ കടയിൽ. പിന്നെ സ്കൂൾ ഐറ്റംസ് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അതൊക്കെ കുറേ നോക്കി നിന്നു. ലബൂബാണ് അവിടെ കൂടുതലുള്ളത്, പക്ഷെ എനിക്ക് ലബൂബിന് ഇഷ്ടമല്ല അങ്ങനെ. പിന്നെ ഇത് അവിടെ ഒരു ലൈബ്രറി പോലെയുള്ള ഒരു സംഭവം കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രക്കും കുറേ ബുക്ക് ഒരുമിച്ച് കാണുന്നത്. ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആ കാണുന്നതാണ് ആ ലൈബ്രറി എന്ന് വെച്ചാൽ ബുക്ക് സ്റ്റോർ അങ്ങനെ പറയണം. എന്ന് വെച്ചാൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും വായിക്കാം, അല്ലെങ്കിൽ വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെയാണ് സംഭവം. അവിടെ മുഴുവനും മലയാളം ബുക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ്, അറബിക്ക് ഈ പുസ്തകങ്ങളാണ്. പിന്നെ മലയാളം, ഹിന്ദി അതൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്ത ബുക്സാണുള്ളത്. അങ്ങനെ കുറേ ബുക്സ് എനിക്കൊരു ഇംഗ്ലീഷും കണ്ടു. അതൊക്കെ വായിക്കാൻ നിന്നിട്ടില്ല, അതിങ്ങനെ നോക്കി. നമുക്ക് പിന്നീടും പോവാം. നമുക്ക് നേരത്തെ 11:30 മെട്രോ ഉണ്ട്. അതുകൊണ്ട്
ഒരു മിനിറ്റ് കേട്ടോ. അത് ഫ്രണ്ട്സ് എൻ്റെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സോറി. അപ്പോൾ ദ ഫ്രണ്ട്സ് പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള ബുക്സ് ഈ കാണുന്ന പോലത്തെ പല ഐറ്റംസും കണ്ടു. നല്ല അടിപൊളി ഐറ്റംസ് ആണ്. പിന്നെ അവിടെ ഉപ്പച്ചി ഒരു കാലിഗ്രാഫി ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പം അത് കണ്ട് കാണിച്ചത് എനിക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യുന്നതും. പിന്നെ 4 ഫ്ലോർസ് ആണുള്ളത്, 4 നിലയാണുള്ളത് ദുബായ് മാളിൽ ആണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ ദാ ഫ്രണ്ട്സ് പിന്നെ എനിക്ക് ആ സംഭവം എനിക്കത് പിയാനോ ആണോ വയലിൻ ആണോ പേര് ഓർമ്മയില്ല. അതെനിക്ക് അത് കണ്ടപ്പം എനിക്കൊരു കൗതുക കാഴ്ച പോലെ അത് ഞാൻ കാണിച്ചു. പിന്നെ താഴൊരു ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഉപ്പച്ചിക്ക് ഒരേ ഒരു നിർബന്ധം, വേഗം വാ പോണം അവിടെ കാണാം. ഞങ്ങളെത്തിയതും പരിപാടിയെല്ലാം കഴിഞ്ഞു, എല്ലാതും കഴിഞ്ഞു. പിന്നെന്തായാലും ബുർജ് ഖലീഫ കാണാൻ ഇനി എന്തായാലും കഴിഞ്ഞില്ലേ. അപ്പം ഇത് കണ്ടോ, ഞങ്ങൾ ലിഫ്റ്റ് അല്ല സംഭവം, നമുക്ക് നേരിട്ട് നടക്കാവുന്നതേ ഉള്ളൂ സംഭവം. ഇതിപ്പം നല്ലതാണ് സംഭവം വെച്ചത്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പുറത്തേക്ക് പോവാണെങ്കിൽ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഒരു ഉന്തും തള്ളുമായിട്ട് അങ്ങനെ ഇതാവൂലേ. അതുകൊണ്ട് പുറത്തേക്ക് പോകുന്നവർക്ക് ഒരു വഴി കൂടെ പോവാം, വരുന്നവർക്ക് ഒരു വഴി കൂടെ വരാം. അതിപ്പോൾ നല്ലതാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഫ്രണ്ട്സ്. ഇത്രത്തോളം പീപ്പിൾസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം പോലെ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, ഇങ്ങനെ നോക്കുമ്പം എത്രത്തോളം ആൾക്കാരാണോ. പിന്നീട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കുറഞ്ഞു വന്ന് കണ്ടോ ഫ്രണ്ട്സ്. ബുർജ് ഖലീഫന്റെ മുന്നിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ എടുത്തോണ്ട് തന്നെ നിൽക്കാണ്. നല്ല ലൈറ്റിങ്ങും. ബുർജ് ഖലീഫിന്റെ അടുത്ത് കൂടെ ഞങ്ങൾ കുറേ പ്രാവശ്യം പാസ് ചെയ്ത് പോയിട്ടുണ്ട്, എന്നിട്ടും ഇത്രക്ക് വ്യൂ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ബുർജ് ഖലീഫിന്റെ മുന്നിൽ വന്നപ്പം യുഎയിലുള്ളവരാണ് എന്തായാലും ബുർജ് ഖലീഫ ഒക്കെ കാണാതിരിക്കില്ല, എന്തായാലും കാണും. അപ്പോൾ ദാ ഫ്രണ്ട്സ് കണ്ടോ, നല്ല അടിപൊളി ഭംഗിയും. ഇനിയും ഞാനൊരു വേറെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോവുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നിഫാസ് സന്തോഷ് എന്നാണ്. എല്ലാവരും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മളുടെ വീഡിയോ നന്നായി സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നല്ല ലൈറ്റിംഗ് ആണ്. നമുക്ക് പിന്നെ ദുബായ് മാളിൽ കൂടെ നോക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളത് വിട്ടു. ഇതാണ് പിന്നെ വാട്ടർ ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര നേരം നിന്നത്. സംഭവം ഒരു ചേച്ചി പറഞ്ഞു വാട്ടർ ഡാൻസ് ഒന്നും ഇല്ലെന്ന്, സൺഡേ ആണ്, ഫ്രീ ആണെന്ന് പറഞ്ഞു. അതിനും വേണ്ട ഒരു റെസ്റ്റൊക്കെ. അപ്പം അതൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ ഇതാണ് വ്യൂ ഒക്കെ ആണ്. ആ വീഡിയോ ഒന്നും കൂടി കണ്ടാൽ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും. അതിൽ നന്നായിട്ട് ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഇനിയും ഉണ്ട് ഒരു വീഡിയോ കൂടി. ഇത് കുറച്ച് ദിവസമായി ഞങ്ങൾ പോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് മടിയായിരുന്നു. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, വാട്ടർ ഡാൻസിന് പകരം അവിടെ ഉള്ളത് ബുർജ് ഖലീഫയിൽ ഈ ഒരു ലൈറ്റ് കൊണ്ട് പിക്ചറാക്കി ബട്ടർഫ്ലൈ ആൻഡ് ഫ്ലവേഴ്സിന്റെ തീമിലാണ് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ്. ലൈറ്റ് കൊണ്ടാണ് അങ്ങനത്തെ ഒക്കെ പിക്ചർ ആവുന്നത്. നല്ല അടിപൊളി, നല്ല രസമുണ്ട്. അടുത്തുനിന്ന് വീഡിയോയിൽ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു ഇത് എന്താന്ന് പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ആയാലും നമ്മൾ. അപ്പം ഞങ്ങളെല്ലാവരും വീഡിയോയും ഫോണും എല്ലാവരും നോക്കുന്നു, ഓരോ കണ്ടുകൊണ്ടും ഫോൺ കൊണ്ടെല്ലാം വീഡിയോ എടുക്കലും കാണലൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിലുള്ള നല്ല ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ വാട്ടർ ഡാൻസ് ഞങ്ങൾ ഇന്നൊരു ദിവസം കാണാൻ പോകും. ഞങ്ങൾക്ക് വാട്ടർ ഡാൻസ് കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇനിയൊരു ദിവസം ഞങ്ങൾക്ക് പോയി കാണാം. അപ്പം എല്ലാവരും നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.